എഴുത്തുകാര് 1600 വർഷം കൊണ്ട് 60 തലമുറകളുടെ ഗ്യാപ്പിലിരുന്നു കൊണ്ട് രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, ആട്ടിടയന്മാർ, കൃഷിക്കാർ, മുക്കുവന്മാർ എന്നിവർ ചേർന്ന് എഴുതിയതാണ് ഈ ബൈബിള്. ഇതിന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എഴുതിയതുപോലെയാണ് ഇതിന്റെ ഉള്ളടക്കം. പൊരുത്തപ്പെടാതെ ഇതിലൊന്നിനും ഇണയില്ലാതിരിക്കുന്നില്ല. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കൂ, അതിനെല്ലാം ഇണയുണ്ട്. അതുകൊണ്ട് സത്യം അറിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സത്യവേദ പുസ്തകം, ഇങ്ങനെ പേരുള്ള തിരുവെഴുത്ത്, ഇങ്ങനെ പേരുള്ള ഒരു ഗ്രന്ഥമില്ല. അനേക മഹാന്മാര്, നമ്മുടെ മഹാത്മാ ഗാന്ധിജി ഗുജറാത്തിലെ ആശ്രമം റോഡ് അഹമ്മദാബാദില് അവിടെ 250 സിമന്റ് ബെഞ്ചുകളിൽ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ബാക്കികളായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ഒരു കൂട്ടുകാരി ആന്റി അവിടെ അത് കണ്ടിട്ട് വന്നതാണ്. അപ്പൊ നമ്മള് ഈ മരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയേറെ പ്രസംഗിക്കുന്ന എന്നാ? ഗാന്ധിജിയൊക്കെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ കുറിച്ച് നമ്മൾ പറയും, പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ പറയാറില്ല. ഇവിടെ മരിക്കുവാൻ വന്ന ഒരേ ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്ര പരിശ്രമിക്കുന്നു. എന്നാൽ യേശു മരണം ഇവിടെ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുക, പാപത്തിന്റെ ശമ്പളമായ മരണം സ്വന്തം ശരീരത്തിൽ അതിന്റെ സകല വേദനകളും മട്ടോളം ഊറ്റി കുളിച്ചുകൊണ്ട്, അതാണ് യേശു മരണം ആസ്വദിക്കായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ദൈവം മരണവാസങ്ങളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. യേശുവിന്റെ കല്ലറ യെരുശലേമിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് അവിടെ ആലേഖനം ചെയ്യപ്പെട്ട കല്ലറ അത് തുറന്നു കിടക്കുന്നു. ഉറങ്ങുന്നു കല്ലറയിൽ നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുന്നു. നമ്മുടെ VS അച്യുതാനന്ദൻ സാറ് അല്ലെങ്കിൽ നമ്മുടെ സഹാക്കളോ ഇവരാരും ഞാൻ പോയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞാൽ അവർക്കൊട്ട് നടക്കുകയുമില്ല. കാരണം യേശു പോസ്റ്റൊന്നും പറഞ്ഞിട്ടില്ല. യേശു പോയത് പോലെ സഹാബ് EMS പറഞ്ഞു, ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ചാൽ മതി, ഇന്നലെ പറഞ്ഞ ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. കണ്ടോ, ഇത് ഇത്ര അവർക്ക് പറ്റത്തെ വളരെ കുറ്റമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് യേശു ജീവിക്കുന്ന സത്യതയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന മോശമില്ലാത്തതയും. അതുകൊണ്ടാണ് ഞാൻ ഈ തിരുവഴുത്തെടുത്തുകൊണ്ട് ഞാൻ ഈ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എന്റെ മാന്യ സ്നേഹിതരെ, ഞങ്ങളിത് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയാനിട വരരുത്. ഇന്ന് സുപ്രസാദകാലം, ഇന്ന് രക്ഷാ ദിവസം, നയാ പൈസ ചെലവില്ല, ഒരു മുന്നേറ്റം പോകണ്ട. നമ്മൾ ഇരിക്കുന്ന നിപ്പില് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. എന്നിട്ട് യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിക്കുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ നമുക്ക് ഇന്ന് മരിച്ചാലും നിത്യത മുഴുവനും ആ യേശുവിനോടൊത്ത്. അതുപോലെ തന്നെ യേശു ഇനി 1000 ആണ്ട് ഇവിടെ ഭരിക്കാൻ വരാൻ പോവുക. ഇന്ന് RSSും BJPയും കോൺഗ്രസും ഇന്നിപ്പോ ഇച്ചിരി സമാധാനം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നുക കേട്ടോ. എന്നാൽ സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറി മറിയുവാൻ പോവുകയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുവാൻ പോവുകയാണ്. ഭൂമിയിൽ വലിയ ന്യായവിധി ഉണ്ടാകുവാൻ പോവുകയാണ്. എന്നാൽ 7 വർഷം ഇവിടെ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ഉപദ്രവം ഉണ്ടാകും. എന്നാൽ 1000 ആണ്ട് കഴിഞ്ഞിട്ട് യേശു ഈ ഭൂമിയെ ഭരിക്കുവാൻ വരും. അന്ന് നമുക്കെല്ലാം നീതി കിട്ടും. മോദം അതിമോദം മോദം ഹേ, വാഗ്ദത്തകാലം സാദരം അണഞ്ഞിടുന്നവോ, വാഗ്ദത്തകാലം സാദരം അണഞ്ഞിടുന്നവോ. അന്നു കാനനങ്ങൾ പൂക്കുമേ, സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാക്കുമേ. അന്ന് സുവിശേഷ കൂടി മനിയുടെ ജയം കൊണ്ടാടി, അന്ന് സുവിശേഷ കൂടി മനിയുടെ ജയം കൊണ്ടാടി. മനിരെല്ലാ നന്മകളും കുട്ടിയായി വർദ്ധിച്ചിടും മോദം അതിമോദം മോദം ഹേ, വാഗ്ദത്തകാലം സാദരം അണഞ്ഞിടുന്നവോ, വാഗ്ദത്തകാലം സാദരം അണഞ്ഞിടുന്നവോ. കാട്ടുപാമ്പോടൊത്തു മേളിക്കും കുട്ടികളെന്നാൽ വാട്ടമുണ്ടാകയില്ലേതുമേ. കാട്ടുപുലികളുമായി
അണഞ്ഞിടുന്നവോ വാഗ്ദത്തകാലം സാദര അണഞ്ഞിടുന്നവോ. എന്നെ കേട്ട പ്രിയ വിശേഷാൽ പിതാക്കന്മാരെ, യുവതി യുവാക്കന്മാരെ, നിങ്ങളാരും ഈ സുവിശേഷം കേട്ടിട്ട് ഇത് നിങ്ങൾക്കെന്നേക്കുള്ള കരച്ചിലും പങ്കുവെടുക്കും ഇടയായിത്തീരരുത് കേട്ടോ. ഇന്ന് ഇത് വിശ്വാസത്താൽ യേശു എന്റെ പാപങ്ങളെ പരിഹരിച്ചു, യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും രാജാതിരാജാവായി വേഗം വരുവാൻ പോവുകയാണ്. യേശു മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് മനുഷ്യനോടൊത്ത് ഇവിടെ നന്നായി മരണമില്ലാതെ, ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, അങ്ങനെ ഒരു രാജ്യമായിട്ട് ഇവിടെ വാഴുവാനാകും. എന്നാൽ പാമ്പ്, പഴയ പാമ്പായ പിശാച് കൗശലത്താൽ അതെല്ലാം മനുഷ്യനെ കൊണ്ട് പാപം ചെന്ന് നഷ്ടപ്പെട്ടു. എന്നാൽ വീണ്ടും ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകുവാൻ പോവുകയാണ്. യേശുവിൻ രാജ്യം സ്വർഗീയ രാജ്യം, സ്നേഹത്തിൻ സാമ്രാജ്യം, നാശമില്ലാത്ത ശാശ്വത രാജ്യം, ഭക്തരും ദേശമത്, നാസിസം ഭാസിസം വ്യക്തിസം ബന്ധിസം കമ്മ്യൂണിസവുമില്ല, ലീഗലിസമം മോഡലിസമം കോൺഗ്രസോ ഇല്ലവിടെ. യേശുവിൻ രാജ്യം സ്വർഗീയ രാജ്യം, സ്നേഹത്തിൻ സാമ്രാജ്യം. അതുകൊണ്ട് ആ നല്ല നാളിലേക്കുള്ള ഭരണത്തിനായി, ആ നല്ല നാളില് കാത്തിരുന്നുകൊണ്ട് ഇന്ന് നമ്മുടെ അല്പനേരത്തെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഈ വേണ്ടാധീനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മാത്രം മതിയല്ലോ, മറ്റൊരു തെളിവില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രസംഗം കേട്ട് നിങ്ങളാരും നഷ്ടമായി പോകരുത് എന്നുള്ള ആ വലിയ വേദനയോടും ഭാരത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. നിങ്ങളെല്ലാവർക്കും എന്റെ നന്ദിയും അതിനും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പാലാങ്കടവ് ദേശത്തിൽ കടന്നു വന്ന് അവിടുത്തെ സാക്ഷികളാകുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ പാട്ടുകളിൽ കൂടെ നിന്റെ നാമത്തെ ഉയർത്തുവാനും സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ ഘോഷിക്കുവാനും നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ച് കരങ്ങളെടുത്താതേക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ കേൾവിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത മകനെയും ദൂരത്തും ചാരത്തുമായി ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ തങ്ങളുടേതായ പാപവഴികളെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്തോളം ബലപ്പെടുത്തിയ വിധയ്ക്കായി സ്തോത്രം. തുറന്നും അടിയങ്ങളോടുകൂടി ഇരുന്ന് സഹായിക്കണമേ. അവിടുത്തെ നാമത്തെ ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തു മൂലം താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവോട് കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.